ജിന്നുകൾക്ക് മനുഷ്യന്മാരെ കാണാൻ സാധിക്കും, പക്ഷെ മനുഷ്യന്മാർക്ക് ജിന്നുകളെ കാണാൻ സാധിക്കില്ല എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് ശാസ്ത്രം ഫോർത്ത് ഡിമെൻഷനിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ലാബിലിട്ട് പരീക്ഷിക്കാൻ നമുക്കിവിടെ ജിന്ന് അവൈലബിൾ ഒന്നല്ല. പക്ഷേ റിലേറ്റിവിറ്റിയിലെ പല തിയറികളും ഉപയോഗിച്ച് നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കും. സയൻസ് പറയുന്നത് ഫോർത്ത് ഡയമെൻഷനിലുള്ള ആളുകൾക്ക് 3D ആളുകളെ കാണാൻ സാധിക്കും, നേരെ തിരിച്ചൊരിക്കലും സാധിക്കൂല. അതായത് നമ്മൾ മനുഷ്യന്മാർ 3D ആണ്, അവർ 4D ആണ്. അതായത് ജിന്നുകളെ നമുക്ക് കാണാൻ സാധിക്കൂല, പക്ഷെ ആ ജിന്നുകൾക്ക് നമ്മളെ കാണാൻ സാധിക്കും. എന്നാൽ സയൻസ് പറയുന്നത് നേരെ തിരിച്ചാണ് മക്കളെ. മനുഷ്യന് ജിന്ന്, വോഡ്ക, വിസ്കി ഇതൊക്കെ കാണാം, പക്ഷെ ജിന്നിന് നമ്മളെ കാണാൻ പറ്റത്തില്ല. കാരണം അതിരിക്കുന്നത് ഒരു 3 ഡയമെൻഷൻ ഉള്ള അലമാരയിലാണ്, എങ്കിലും അതിന് കണ്ണില്ല. ബാക്കി കോമഡി കൂടി കാണാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ നമ്മളൊരു ഉറുമ്പിന്റെ ചിത്രം വരച്ചു. ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആ ഉറുമ്പിന് ഒരിക്കലും നമ്മളെ കാണാൻ സാധിക്കൂല, പക്ഷെ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ജിന്നുകൾക്ക് ഒരു ഹയർ ഡയമെൻഷനിലുള്ള ആളുകളാണ്, അവർക്ക് നമ്മളെ കാണാൻ സാധിക്കും, പക്ഷെ തിരിച്ച് നമുക്ക് അവരെ കാണാൻ സാധിക്കൂല. അതേതാണ് ഹിക്കാമാരെ ഫോർത്ത് ഡയമെൻഷനിൽ ജീവിക്കുന്ന ജീവികൾ? സയൻസിനെ കുറിച്ച് 5 പൈസയുടെ ബോധവും ഇല്ലെങ്കിലും ശാസ്ത്രം അങ്ങനെ പറഞ്ഞു, ശാസ്ത്രം ഇങ്ങനെ കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ ആഹാ നമ്മുടെ മതപണ്ഡിതന്മാർ കിടുവാണല്ലോ എന്ന് ആളുകൾ ചിന്തിക്കും. അതുകൊണ്ടാണ് 3 ഡയമെൻഷൻ 4th ഡയമെൻഷൻ എന്നൊക്കെ പറയുന്നത്. എടാ മണ്ടൻ ഗുണപ്പന്മാരെ, 3 ഡയമെൻഷനിൽ ജീവിക്കുന്ന ജീവികൾ എന്നോ 4th ഡയമെൻഷനിൽ ജീവിക്കുന്ന ജീവികൾ എന്നൊന്നും യാതൊരു വ്യത്യാസവുമില്ല. നമുക്കറിയാവുന്ന ജീവികളെല്ലാം ഈ ഭൂമിയിലാണ് ഉള്ളത്. മനുഷ്യൻ 3 ഡയമെൻഷൻ, പൂച്ച 4th ഡയമെൻഷൻ, പട്ടി 5th ഡയമെൻഷൻ, അങ്ങനെ ഏതാണ്ട് സംഭവമാണ് എന്നാണ് ഈ മണ്ടൻ ഗുണാപ്പന്മാർ വിശ്വസിച്ചിരിക്കുന്നത്. അതിസങ്കീർണമായ ശാസ്ത്ര വിഷയങ്ങൾ വിശദീകരിക്കുന്നതിന് സയൻസ് ഉപയോഗിക്കുന്ന ചില വിശദീകരണങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ അങ്ങനെയൊക്കെ ജീവികൾ ഉണ്ട് എന്ന് കരുതുന്ന നിങ്ങളെക്കുറിച്ച് എന്ത് പറയാനാണ്? ഇനി പൊന്നിക്കമാരുടെ ഉദാഹരണത്തിലേക്കൊന്ന് പോകാം. പിന്നീട് ശാസ്ത്രം പറയുന്ന മറ്റൊരു പ്രത്യേകതയാണ് 4th ഡയമെൻഷനിലുള്ള ആളുകൾക്ക് ഒരു 3D ലോക്ക്ഡ് ആയിട്ടുള്ള റൂം, അതിൽ ചാവിട്ട് തുറക്കാതെ വാതിൽ പൊളിക്കാതെ ഉള്ളിൽ കയറാൻ സാധിക്കുന്നു. ഇതേ പ്രത്യേകത ജിന്നുകൾക്ക് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വിവരിക്കുകയാണെങ്കിൽ നമ്മൾ നോട്ട്ബുക്ക് എടുക്കുക, അതിലൊരു വൃത്തം വരയ്ക്കുക, അതിന് നടുവിലൊരു എറുമ്പിനെ വരയ്ക്കുക. ആ എറുമ്പിനെ ഒരിക്കലും ആ വൃത്തം ബ്രേക്ക് ചെയ്യാതെ പുറത്തേക്ക് എടുക്കാൻ കഴിയൂല. പക്ഷെ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് അതിന് നടുവിൽ നിന്ന് പിക്ചർ എടുക്കാം. എടാ മണ്ടൻ ഗുണാപ്പ, നിങ്ങൾ പുസ്തകത്തിൽ ഉറുമ്പിന്റെ പടം വരച്ചാലും ആനയുടെ പടം വരച്ചാലും അത് വെറും പടം മാത്രമാണ്. അല്ലാതെ അത് ഡയമെൻഷൻ വേറെ ആയതുകൊണ്ട് അതിന് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തൊരു വെറുപ്പിക്കലാണ്. നിങ്ങൾ ഉറുമ്പിന്റെ പടം മാറ്റി അവിടെ ഒരു മനുഷ്യന്റെ പടം വരച്ചാലും ആ മനുഷ്യന്റെ ചിത്രത്തിനും നിങ്ങളെ കാണാൻ പറ്റത്തില്ല. കാരണം അത് വെറും ഒരു ചിത്രം മാത്രമാണ്, അല്ലാതെ അതൊരു ആളല്ല. ഇനി അടുത്ത മണ്ടത്തരം കേൾക്കാം. അതുപോലെ തന്നെയാണ് ജിന്നുകൾക്ക് എത്ര വലിയ ലോക്ക്ഡ് ആയ റൂം ആണെങ്കിൽ പോലും അതിൽ പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ അടിയുള്ള ഡയമെൻഷനിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണെങ്കിലും പ്രവേശിക്കാൻ സാധിക്കും. അല്ലയോ മഹാനുഭാവന്മാരെ, നമിച്ചിരിക്കുന്നു. ക്വാണ്ടം ടണലിംഗ് എന്ന പ്രതിഭാസത്തെ കുറിച്ചാണ് അണ്ണന്മാര് പറഞ്ഞത്. അതൊരു ഉദാഹരണമായി പറയുന്ന കാര്യമാണ്, അല്ലാതെ ആളുകളെ മുറിയിലിട്ട് പൂട്ടിയിട്ട് വാതിൽ തുറക്കാതെ പുറത്തു വരുന്ന മാജിക്കിനെ കുറിച്ചല്ല. അത് ഇലക്ട്രോണുകൾക്ക് അത് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അതിന് ചുറ്റുമുള്ള മറ്റു വസ്തുക്കളിൽ യാതൊരു മാറ്റവും വരുത്താതെ അവയ്ക്ക് അതിന് പുറത്ത് കടക്കാൻ സാധിക്കും എന്നുള്ളതിന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ് ഇത്. ഇവിടെ ഈ ക്വാണ്ടം ഇഫക്റ്റ് കാണിക്കുന്നത് ഇലക്ട്രോണുകൾ പോലെയുള്ള അതിസൂക്ഷ്മ കണികകളാണ്. അതിന് കാരണം അവയുടെ വലിപ്പക്കുറവാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ആറ്റത്തെ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടായി താരതമ്യം ചെയ്താൽ ആ ഗ്രൗണ്ടിൽ അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്ന 4-5 കടുകുമണികൾ പോലെയുള്ള ഇലക്ട്രോണുകൾ, ബാക്കി സ്ഥലം മുഴുവൻ ശൂന്യതയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും ഇടയിലൂടെ ഇലക്ട്രോണിന് കടന്നു പോകാൻ സാധിക്കുന്നത്. അല്ലാതെ അത് ജിന്നും വോഡ്കയും അടിച്ചിട്ട് വരുന്നത് കൊണ്ടൊന്നുമല്ല. ഇവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മദ്രസകളിൽ നിന്നും സയൻസ് പഠിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് ഈ കാണുന്നതൊക്കെ.